പ്രിയരെ, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അപകടകരമായ ആശ്വാസങ്ങളെ തിരിച്ചറിയണം. ദൈവഹിതമല്ലാത്ത ദൈവ പദ്ധതിക്ക് വിരുദ്ധമായുള്ള നമ്മെ വാഗ്ദത്തങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്ന അപകടകരമായ ആശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കണം. ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠനായ ദൈവമനുഷ്യൻ ഏലിയാവിൻ്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള ആശ്വാസം ഒരിക്കൽ വെളിപ്പെട്ടു. ഇസബേൽ എന്ന ദുഷ്ടരാജ്ഞിയുടെ വെല്ലുവിളിക്ക് ഭയപ്പെട്ട് ഒരു ദിവസത്തെ വഴിദൂരം താൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം താൻ കണ്ടെത്തിയ ആശ്വാസമായ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് താൻ ഇപ്രകാരം ദൈവത്തോട് വിളിച്ചു പറഞ്ഞു, മതി യഹോവേ മതി, ഇനി എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. ഞാനെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കിനി മുൻപോട്ടൊരു യാത്രയില്ല. എൻ്റെ പുറകിൽ വധഭീഷണിയുമായി ഇസബേൽ നിൽക്കുന്നു. മുൻപിൽ മരുഭൂമിയാണ്. മരണം എന്തായാലും എനിക്ക് സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആശ്വാസത്തെ, ഈ ചൂരച്ചെടിയുടെ തണലിനെ ഞാൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ആശ്വസിച്ചുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണമേ. ഏലിയാവേ, അങ്ങയുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. വാക്കുകൾ കൊണ്ട് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത ദൈവമനുഷ്യനല്ലേ അങ്ങ്? പ്രാർത്ഥനകൾ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെ ദഹിപ്പിക്കുകയും ഇസ്രായേലിൽ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ഇസ്രായേലിലെ ജനങ്ങളെ ബോധ്യം വരുത്തുകയും ബാലിന്റെ പ്രവാചകന്മാരെ ഒന്നടങ്കം സംഹരിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ നിന്ന് അന്യാരാധനയെ ഒരു സമയത്തേക്ക് ഒരു പരിധിവരെ നീക്കം ചെയ്ത ദൈവമനുഷ്യനല്ലേ അങ്ങ്? എന്നിട്ട് ബാലിനെ സേവിക്കുന്ന ഇസ്രായേലിന്റെ രാജ്ഞിയെ ഭയപ്പെടുന്നത് എന്തിന്? അങ്ങ് ആഹാബിന്റെ കുതിരശക്തിയുള്ള രഥത്തിനു മുന്നായി ഓടിയത് മറന്നുപോയോ? അങ്ങക്ക് ഹല്ലേലൂയ കിരീടത്തൂട്ടിൽ ആഹാരം ഒരുക്കിയ ദൈവത്തെ അങ്ങ് മറന്നുപോയോ? അങ്ങ് ആശ്വാസം കണ്ടെത്തേണ്ടത് ചൂരച്ചെടിയുടെ തണലിലാണോ? മറിച്ച് ഹോരേബിന്റെ പർവ്വതമുകളിൽ അങ്ങയെ കാത്തിരിക്കുന്ന ദൈവശബ്ദത്തിലല്ലേ? അങ്ങയുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പകർച്ച കാത്തിരിക്കുന്ന ദൈവമനുഷ്യനെ ഓർത്തിട്ടല്ലേ അങ്ങ് ആശ്വാസം കണ്ടെത്തേണ്ടത്? ഹല്ലേലൂയ. മാത്രമല്ല, യോർദാൻ അക്കരെ അങ്ങയെ കാത്തിരിക്കുന്ന അഗ്നിമയമായ രഥങ്ങളെയും അശ്വങ്ങളെയും ഓർത്തിട്ടല്ലേ അങ്ങ് ആശ്വാസം കണ്ടെത്തേണ്ടത്? ഇസബേൽ എന്ന ദുഷ്ടരാജ്ഞിയെ വധിക്കുവാൻ ഇസ്രായേലിൽ അവളുടെ കൊട്ടാരത്തിൽ തന്നെ ഒരുങ്ങുന്ന ദൈവ പദ്ധതിയെക്കുറിച്ച് അങ്ങയ്ക്ക് അറിവുണ്ടോ? അങ്ങ് ആശ്വാസം കണ്ടെത്തേണ്ടത് ഹല്ലേലൂയ ചൂരച്ചെടിയുടെ തണലല്ല. ചൂരച്ചെടിയുടെ തണൽ ഒരു സമയത്തേക്ക് അങ്ങേക്ക് ആശ്വാസമായിരിക്കാം, പക്ഷെ അത് ആശ്വാസത്തെക്കാളേറെ ജീവിതത്തിൽ അപകടത്തെ വരുത്തി വെക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കണ്ടെത്തുന്ന ആശ്വാസങ്ങൾ നമ്മെ ദൈവ പദ്ധതിയിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. മുൻപോട്ടുള്ള യാത്രയെ തടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അപകടകരമായ ആശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നാം സഞ്ചരിക്കുവാനിടയാകട്ടെ. കർത്താവ് നമ്മെ ഹല്ലേലൂയ വഴി നടത്തും. ഏത് സാഹചര്യമായാലും ഏത് പ്രതിസന്ധിയായാലും അതിൻ്റെ നടുവിൽ നിന്ന് ഏലിയാവ് ആഹാബിന്റെ രഥത്തിനു മുന്നായി ഓടിയതുപോലെ ജീവിതത്തിൽ ഹല്ലേലൂയ സഞ്ചരിക്കുവാൻ കർത്താവ് വഴിയൊരുക്കുമെന്ന് വിശ്വാസത്തോടെ നാം യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.